അവിടുന്ന് അതിന്റെ മുകളിലേക്ക് വരുമ്പോ അവിടെ ഈ പലക നിരത്തുക, പലക നിരത്തി 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 അവസാനം നിന്റെ മുഖം മറയുന്ന തരത്തിൽ അത് മൂടി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇത് പറഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടപ്പോൾ നിന്റെ മൂത്തമോ കരഞ്ഞു. എന്റെ സഹോദര, നിന്റെ അനുജൻ നിലവിളിച്ചു, നിന്റെ പ്രിയപ്പെട്ട മക്കൾ അണപൊട്ടി വീണു, നിന്റെ അനുജന്മാരവരെ ചേർത്തിപ്പിടിച്ചു. അവസാനം ബാക്കി വരുന്ന മണ്ണ് ഈ കബർ വെട്ടിയ സഹോദരങ്ങൾ തന്നെ വെട്ടിയിട്ട് മൂടി. അവസാനം രണ്ട് ഭാഗത്ത് രണ്ട് കല്ലും വെച്ചു. ദുആക്ക് ഇജാബത്തിന്റെ റഹ്മത്ത്, അള്ളാഹുടെ റഹ്മത്ത് കിട്ടുന്ന തരത്തിൽ ഒരു പച്ചച്ചെടിയുടെ രണ്ട് തലപ്പുകളും കൊണ്ട് കുത്തി. ഉസ്താദിന്റെ ദുആ, പടച്ചോനെ ഈ പാവപ്പെട്ടവൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ആ പള്ളിക്ക് വേണ്ടി, ദീനിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അതുകൊണ്ട് ഈ പാവത്തിന് നീ സ്വർഗം നൽകണേ അല്ല, ഈ മണ്ണറ മണിയറയാക്കണേ അല്ല. ഈ പാവപ്പെട്ട സഹോദരി ഒരു രാത്രി പോലും ഖുർആൻ മുടക്കിയിട്ടില്ല. നിന്നെ ഓർത്ത് നിലവിളിച്ചവളാ, ഖബർ പേടിച്ചവളാ. അതുകൊണ്ട് നീ ശിക്ഷിക്കരുതേ പടച്ചോനെ. ഒരുമിച്ച് കൂടിയ നിന്റെ മക്കളടക്കം കണ്ണുപൊട്ടി നിലവിളിച്ചു. എല്ലാം കഴിഞ്ഞു, എല്ലാരും പിരിഞ്ഞു. ഇനി നീ അവിടെ ഒറ്റയ്ക്ക. ആ പിരിയുന്ന നേരത്ത് നിന്റെ ആത്മാവിൽ നിന്നിട്ട് അള്ളാഹു നിന്റെ ഖബറിൽ കിടക്കുന്ന ജഡവും തമ്മിൽ ഒരു കണക്ഷൻ അള്ളാഹു നടത്തും. നിന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയിലെത്തിയപ്പോ ഏതാ അവസ്ഥ, അതേ അവസ്ഥയിൽ ഒരു ചലനം, ഒരു ബന്ധം അള്ളാഹ് സ്ഥാപിക്കും. നിന്റെ കണ്ണുണരും, നിന്റെ ചെവി ഉണരും.